കംബാക്ക് അടിക്കാൻ വന്ന ദിലീപണ്ണന്റെ മൂട്ടിൽ തിരിയും കൊളുത്തി അങ്ങ് ആകാശത്തേക്കും പിന്നീട് അവിടുന്ന് പേര് പോലും അറിയാത്ത ഏതാ യൂണിവേഴ്സിലേക്ക് പറഞ്ഞു വിടുന്നൊരു 2.5 മണിക്കൂർ കാട്ടുകോപ്രായത്തിന്റെ അയ്യര് കളിയാണ്. അതിന്റെ വാലി കെട്ടാൻ ഒരു വിധത്തിൽ പച്ച പിടിച്ചു വന്ന പാവം ലാലണ്ണനും എന്താ ഇങ്ങനെ കാലിന്റെ ഇടയിലോട്ട്. ഇളയ തളവധത്തിന്റെ രക്ഷകൻ സീൻ കണ്ട് ഇൻസ്പയർ ആയി അതേ രക്ഷകൻ ടൈപ്പ് മലയാളത്തിൽ പണ്ണി തൊലച്ചു വെച്ചൊരു 2.5 മണിക്കൂർ തോന്നിയാസത്തില് പണ്ട് മലയാള സിനിമയിൽ ചെയ്തു വെച്ച ഐക്കോണിക് ക്യാരക്ടേഴ്സിനെയൊക്കെ വരെ അറഞ്ചം പുറഞ്ചം ഊക്കി കൊന്നു വെച്ചിട്ടുണ്ട്. കഥയുടെ നറേഷൻ ഒരു പരിധി വരെ നമ്മുടെ അണ്ണനാണ്. അങ്ങനെ തളവതി നഗറിൽ നിന്ന് തുടങ്ങണ കഥയിൽ റോഡിൽ നടക്കൂടെ പോണ കാറിന്റെ ബോണറ്റിന്റെ മണ്ടേ കയറി ഈ കുക്കിരി ചെറുക്ക ആകെ മൊത്തം അലമ്പാക്കി വെക്കും. ആ കാറിനകത്ത് വല്ല പാട്രിക് ബേറ്റ്മാൻ ആയിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിക്കുകയാണ്. നാട്ടിലെ വലിയ കള്ളനെ പിടിച്ചോണ്ട് പോയി ഹീറോ ആയ ഒരാളെ പറ്റി അറിയാം. അതായത് നിന്റെ അച്ഛനെ ഒരു പേരില്ല. അതെന്ത് ഉണ്ടാക്കിയതിനു ശേഷം പേരിടാൻ തന്തയും തള്ളയും മറന്നുപോയാ? ഒരു കഥയുണ്ട്, വേണേ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് പടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്പർ 1. അങ്ങനെ മുഖ്യമന്ത്രിയാവാൻ പോണ നമ്മുടെ ബൈജോണ്ണന്റെ ക്യാരക്ടർ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ നേരെ പിറകിലോട്ട് വീഴും. സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും വല്ല അറ്റാക്കാന്ന് ചാവാൻ പോണെന്ന്. പക്ഷെ ശരിക്കും അങ്ങേർക്ക് സംഭവിച്ചത് എന്റെ പൊന്നണ്ണ രാവിലെ എണീച്ച് കക്കൂസി പോയിട്ട് 10 തവണ സിന്താബ വിളിച്ചിട്ട് വേണ്ട ഇവിടെ വന്ന് വീം വളക്കാൻ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ കുടിച്ച കരിക്കില് വിമ്മ് അലക്കി കൊടുത്തത് കൊണ്ട് ആണ് ഇതൊക്കെ സംഭവിച്ചത്. അങ്ങനെ മന്ത്രിയുടെ കുറെ അണികളെയും പൊക്കി അണ്ണ അംബാസഡറിൽ 660 അറഞ്ഞ് കീറി പൊളന്നുകൊണ്ട് പോകുമ്പോഴാണ് അണ്ണന് വേറൊരു കുഴിത്തിരിമ്പ് തോന്നണത്. ആ വണ്ടിയിൽ ഇരുന്നവരെ എല്ലാം പരസ്പരം തെറ്റിദ്ധരിപ്പിച്ച് മുഖ്യമന്ത്രിയും പൊക്കി അണ്ണൻ സ്ഥലം വിടും. മുഖ്യമന്ത്രിയെ ഇത്രയും നാട്ടുകാരും പാർട്ടി പ്രവർത്തകര് നോക്കി നിൽക്കേ. 2 ബൊലേറോ വെച്ചൊരു അംബാസഡറിനെ പിടിക്കാൻ വയ്യ. യവനൊക്കെ ഏത് പോലീസടേ. അങ്ങനെ അംബാസഡറിന്റെ എണ്ണ തീർന്നപ്പോ അതേതാ പാലത്തിന്റെ മണ്ടയിൽ നിർത്തിയിട്ട് അങ്ങേരെ തീട്ടാൻ പോയ ഡൈപ്പറോ അതിനകത്ത് വെച്ചിട്ട് പേരില്ലാത്ത എണ്ണം വേറെ ഏതാ വണ്ടി കയറി സ്ഥലം വിടും. അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് ചെന്നൈയിൽ നിന്ന് തൈര് സാദം മൂക്കു തൊട്ട് മൂലമറ്റം വരെ കയറ്റിയിട്ട് മൂക്കിന്റെ മണ്ടയിൽ കറുത്ത കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് വരുന്ന ചെന്നൈ പാസം സ്റ്റാർ വന്നിട്ട് ഇൻസിഡന്റ് കണ്ടാളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഗൈസ് ഇവനാണ് ഈ തൊലിഞ്ഞ പടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്പർ 2. അത് ഞാൻ തന്നെയാണ്. അങ്ങനെ അവന്റെ വക കുറെ അപരാധിക്കലും അതിവില്ലാതൊരു വണ്ടി നമ്പർ നോക്കിയപ്പോഴാണ് ഞാൻ ഒന്നത് കണ്ടത്. വാർത്ത കാണുന്ന എനിക്ക് തന്നെ കാര്യം മനസ്സിലായി. ചിരിക്കണമായിരിക്കും അല്ലേ? അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്തയാ. ഓ അത് ശരി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ തന്തയെ പിടിച്ച് കുനിച്ചു നിർത്തി അവന്റെ 6ാം വാരയിലൊക്കെ 6 അറിഞ്ഞ് കൊടുത്ത് അറിയാൻ പറ്റുമല്ലോ ആരാണ് തട്ടിക്കൊണ്ട് പോയെന്ന്. അങ്ങനെ CM-നെയും തൂക്കി ജിപ്സിയില് അർജുനന്റെ വില്ല് ഹരിചന്ദ്രന്റെ എല്ല് എന്ന പാട്ടും വെച്ച് CM-ന് തൂറാൻ പുതിയ സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് തൊട്ടടുത്ത ക്ലോസറ്റിൽ കയറി പുതിയ കോസ്റ്റ്യൂമിൽ പേട്ടൻ ഇറങ്ങി വരും. എന്നിട്ട് ഏതാ കഞ്ചാവ് തോട്ടത്തിന്റെ ഇടയിൽ കൂടി അടുത്ത ട്രിപ്പിന് പോകും. അതിന്റെ ഇടയ്ക്ക് മുഖ്യമന്ത്രിയാ സെക്രട്ടറി കൊണ്ട് കളയണേ. എന്നാലും എന്റെ അമ്മച്ചി നല്ല നല്ല അമ്മ റോളുകൾ ചെയ്തു വെച്ച നിങ്ങൾക്ക് ഈ ഗതി വന്നല്ല. അപ്പോഴാണ് അങ്ങ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കട്ടവന്റെ കാരിക്കേച്ചർ വരയ്ക്കാൻ ഒരുത്തം വരണത്. അവൻ കറക്റ്റായി വരയ്ക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പൊട്ടനാണ് മുതലാളി. വെറും പൊട്ടനല്ല, കണ്ണ് പൊട്ടൻ. അത് കഴിയുമ്പോഴാണ് അടുത്തയാള് ഹിസ്റ്ററി ബുക്ക് വെച്ച് കട്ടവനെ പിടിക്കാന്ന് പോലീസിനെ വിശ്വസിപ്പിച്ച് അങ്ങോട്ട് കയറി കാണുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയെ പൊക്കി ഏതാ മൂലയിലെ ഗുഹയിൽ കൊണ്ടങ്ങ് പൂട്ടിയിടും. എന്നിട്ട് പിറ്റേ ദിവസം പോലീസുകാരെ വിളിച്ച് കുറെ പട്ടി ഷോ ഇറക്കും. അതിന്റെ കൂടെ ഇരുന്ന് കുറെ തൊലിഞ്ഞ എക്സ്പ്രഷൻ വേറൊരു വാണവും. CM-നെ തട്ടിയെങ്കിലും ആളൊരു നന്മവരാണ് കേട്ടാ. കാരണം ജനങ്ങൾക്ക് പറയാനുള്ള പരാതികളെല്ലാം കവറിലാക്കി ഇടാൻ ഒരു വണ്ടി വരെ ആശാൻ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെ ഡിസ്ട്രാക്ട് ചെയ്യിക്കണം. അതാണ് ആശാന്റെ ലക്ഷ്യം. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? നോട്ടെടുക്കാൻ മറന്നുപോയാ? അപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ്. ഇത്രയും നേരം കാക്കിക്കുള്ളിൽ നിന്ന സാൻഡി അണ്ണൻ നമ്മുടെ അണ്ണന്റെ സ്പൈ ആയിരുന്നു അത്രേ. അങ്ങനെ പുറകെ വന്ന് പോലീസുകാരെ വാണം വിട്ട് അണ്ണൻ നശിപ്പിക്കുന്നു. അങ്ങനെ വാണം വറ്റിപ്പോയപ്പോ ആ പരിസരത്ത് എവിടെ ഉത്സവപ്പറമ്പിൽ പോയി DJ വെച്ചിട്ട് വരുന്ന ചെങ്കിസ് ഖാൻ റിയാസ് ഖാൻ. അങ്ങനെ റിയാസ് അണ്ണന്റെ അപരാധിപ്പ് കഴിയുന്നതോടുകൂടി ഈ കഥ പറഞ്ഞു നടക്കുന്ന തലവളി ബോയ്സിനെ പാസം സ്റ്റാർ അങ്ങ് പൊക്കും. അപ്പൊ പൊക്കിയവരെ ഇറക്കാൻ വരുന്ന ആളാണ് അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. അങ്ങനെ അങ്ങേരെ കൊണ്ടുവന്ന ഒരു സോഡയും പൊട്ടിപ്പിച്ച് നേരെ കഥയിൽ നിന്ന് എടുത്തങ്ങ് കളയും. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് പോലീസുകാരെ ന്യൂഡൽഹി സിനിമയുടെ കഥ പറഞ്ഞ് കണ്ണുപൊട്ടനായി ഇങ്ങേര് വലിപ്പിക്കും. ഉള്ളത് പറയാല ഈ സിനിമയിൽ കുറച്ചെങ്കിലും മെനയുണ്ടായിരുന്നത് ഇതാണ്ട് ഈ സീനാണ്. അത് കഴിയുമ്പോഴാണ് തിയേറ്ററിൽ പടക്കം സ്റ്റാറും ഇന്റർവ്യൂവിൽ ഗ്ലോബൽ സ്റ്റാറുമായ നമ്മുടെ സ്വന്തം അണ്ണന്റെ വരവ്. അത്രയ്ക്ക് വലിയ താല്പര്യം ഉണ്ടെങ്കിൽ നീ ഈ വയറും കുറയ്ക്കണം എന്ന് വയറിന്റെ താഴെ വീപ്പക്കുറ്റി എടുത്ത് ബെൽറ്റ് ഇട്ട് കെട്ടി വെച്ചവൻ. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എത്ര പ്രഷർ സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും എൻജോയ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ
അങ്ങനെ അത് കഴിയുമ്പോഴാണ് അണ്ണന്റെ ഫ്ലാഷ് ബാക്കിലോട്ട് പോണത്. ഇപ്പോഴത്തെ CM കാരണമാണ് പുള്ളിയുടെ അച്ഛനും അമ്മയും മരിക്കുന്നത്. സോ ആ ഒരു റീസൺ ആണ് അണ്ണന് CM-നോട് തീരാത്ത പകയായി മാറുന്നത്. അങ്ങനെ കുറെ നാള് ജയില്, മെന്റൽ ഹോസ്പിറ്റല്, അത് കഴിഞ്ഞപ്പോഴായിരുന്നു അടുത്ത അധ്യായം ഗില്ലിവാല. ഈ പേരിനോട് അണ്ണൻ ഒരു വല്ലാത്ത മുഹബത്താണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ അണ്ണൻ ഉറക്കം വരൂല. എന്നിട്ട് പേട്ടൻ ആ യൂണിവേഴ്സിറ്റി ചേർന്നു. കണ്ടോ, ഞാൻ ഇനിയും ശരിക്കും കൊല്ലടാ. എന്നാലും എന്റെ അണ്ണ എജ്ജാതി തഗ്ഗും കൗണ്ടറും അടിച്ചിടുന്ന നിങ്ങളാ. സകലമാന അക്കാഡമി. ഇയാള് മറ്റേ കങ്കുവയ്ക്ക് പഠിക്കുകയാണെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടാ. അണ്ണാക്ക് തൊട്ട് ആസനം വരെ കീറിപ്പോണ രീതിയിലാണ് കിടന്ന് അമറണത്. അങ്ങനെ പേട്ടന്റെ ടീമിലെ ഓരോരുത്തരായി പൊക്കി ലാസ്റ്റ് ഒരു ഫൈറ്റിന് ശേഷം കാട്ടിനകത്ത് അണ്ണന്റെ ജിപ്സി CFX തീ വെച്ച് നശിപ്പിക്കുന്നത് കാണുന്നു. അപ്പോഴാണ് അവിടേക്ക് ശക്തിമാൻ ലോറിയിലെ ദില്ലിവാല. പിന്നറിയാലോ, അവിടെ കൂട്ടയാടി, ഇടി, വെടി, അത് ഷോട്ട് ഗണ്ണ്, അതേപോലെ മുരിങ്ങക്കമ്പിൽ ഉണ്ടാക്കിയ കളിപ്പാട്ടത്തൊക്കെ ഉരുട്ട് വണ്ടി എടുത്ത് പൊക്കണ ലാഘവത്തിലാണല്ലോ എടുത്ത് ലോഡ് ചെയ്യണത്. അങ്ങനെ പോലീസിനെയും സർക്കാരിനെയും കുറെ തവണ വട്ടത്തില് നീളത്തില് ഊമ്പിച്ച അണ്ണൻ ഒരു നാള് പിടിക്കപ്പെടുന്നു. ഇത്രയും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പണം തീർന്നെന്ന്. എന്നാൽ അത് കഴിയുമ്പോഴായിരുന്നു ഇതും പോരാഞ്ഞിട്ട് അടുത്ത ഓത്തോനെയും പൊക്കി പിടിച്ചോണ്ട് ഫ്രൈവിൽ വെക്കുന്നത്. അങ്ങനെ ഈ മരതക വാണത്തിനോട് 4 വർത്താനം പറഞ്ഞതിന് ശേഷം ഈ സീസൺ ഞങ്ങളങ്ങ് റാഞ്ചിയെല്ലാം പുട്ടിന് തേങ്ങ ഇടുന്ന മാതിരി അവിടെ ഇവിടെയും കുറച്ച് നന്മ ചരണ്ടി വെച്ച് ലോജിക്കില്ലാത്ത കുറെ കഥയും റീൽസിലെ കമന്റ് സെക്ഷനിൽ നിന്ന് കോപ്പി അടിച്ച കുറെ ഡയലോഗുകളും വെച്ചാണ് പാർട്ട് 2 ഇറക്കാൻ ഉദ്ദേശമെങ്കിൽ അത് തിയേറ്ററിൽ ഇറക്കുന്നതിനേക്കാൾ ഭേദം ആ കുണ്ടറ അണ്ടിയാപ്പീസിന്റെ മുമ്പിൽ പ്രൊജക്ടർ വെച്ച് പ്രദർശിപ്പിക്കുന്നതാവും. അതാകുമ്പോൾ വൈകുന്നേരം ജവാൻ അടിച്ച് ബോധമില്ലാതെ പോകുന്നവന് മുണ്ടൂക്കി കാണിക്കാൻ ഒരു അവസരവും ആവും. കരാട്ടെ നൂറി